കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ച് നടന്ന ഒരു കുറ്റകൃത്യം. സ്വാഭാവികമായും തമിഴ്നാട് പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസ്. പിന്നെ എന്തുകൊണ്ടാണ് ഗ്രീഷ്മ കുറ്റക്കാരിയായ ഷാരോൺ വധക്കേസിന്റെ അന്വേഷണം കേരള പോലീസിന് ലഭിച്ചത്? ഇതിന്റെ നിയമവശം കൃത്യമായി തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞിരുന്നു. അത് എങ്ങനെയെന്നല്ലേ? മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റിയെന്നും അതിസമർത്ഥമായാണ് അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചതെന്നും കേസിൽ വിധി പറഞ്ഞ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ. പോലീസിന്റെ തൊപ്പിയിലേക്ക് ഒരു പൊന്തൂവൽ കൂടി ചാർത്തി നൽകിയ ഷാരോൺ വധക്കേസിന്റെ അന്വേഷണം. എന്നാൽ ഇതൊന്നും അത്ര നിസ്സാരമായിരുന്നില്ല. കേരള പോലീസും സർക്കാരും ഒരുമിച്ച് പ്രയത്നിച്ചതിന്റെ നേർക്കാഴ്ചയാണ് തമിഴ്നാട് പോലീസിന് അന്വേഷണം ലഭിക്കാതിരുന്നതും കേരള പോലീസ് അന്വേഷിച്ച പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകിയതും. ഷാരോൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കുവാനും പ്രതിയെ കുടുക്കുവാനും കേരള പോലീസിനെ സഹായിച്ചത് കൊലയാളി ഗ്രീഷ്മ നടത്തിയ ഒരേ ഒരു നീക്കം മാത്രമാണ്. കോടതി വിധിയിലെ 8-9 പേജുകളിലെ 7-8 ഖണ്ഡികയിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിലൂടെയാണ് ഗ്രീഷ്മ സ്വന്തം കുഴി കുഴിച്ചു തുടങ്ങിയത്. ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് പാറശാലയിലെ വീട്ടിൽ നിന്നും ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിലെത്തിയത്. ഇത് കേരള പോലീസിന് കച്ചിത്തുരുമ്പായി. ഇത് അന്വേഷണം തങ്ങളുടെ കൈകളിൽ നിർത്തുവാനുള്ള പ്രധാന കാരണം തന്നെയായിരുന്നു. വീട്ടിൽ അമ്മയും അമ്മാവനും ഇല്ലെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തിയതിനെ തട്ടിക്കൊണ്ടുപോകലായി കോടതി പരിഗണിക്കുക കൂടി ചെയ്തപ്പോൾ കേരള പോലീസിന് മറ്റൊന്നും നോക്കേണ്ടി വന്നില്ല. ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചാണ് ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഷാരോണിനെ നിർബന്ധപൂർവം പൂവമ്പള്ളിക്കോണത്തുള്ള വീട്ടിലെത്തിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഈ നീക്കം തട്ടിക്കൊണ്ടുപോകലാണെന്നും കോടതി കണ്ടെത്തി. കുറ്റകൃത്യത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചതും ഇതാണ്. തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് കേസിന്റെ വിചാരണ വേളയിൽ കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല, അതായത് തമിഴ്നാട് പോലീസിന്. എന്നാൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. കുറ്റവാളി രക്ഷപ്പെടാനുള്ള സാധ്യതയും ചെറുതല്ല. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. എങ്ങനെയും നിയമപരമായി കേസ് അന്വേഷണം കേരള പോലീസിന്റെ കൈകളിലേക്ക് എത്തണം. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നതാണ് കേസെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതിന്റെ തെളിവുകളും നിരത്തി കേസ് കേരളത്തിൽ നിലനിർത്തുവാനും കഴിഞ്ഞു. ഈ നിലപാട് കോടതിയും അംഗീകരിച്ചതോടെ അന്വേഷണം ദ്രുതഗതിയിലായി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ ദൃഢവും ശക്തവുമായി. കൊലപാതകം ലക്ഷ്യം വെച്ചുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ഗ്രീഷ്മ നടത്തിയെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കേരള പോലീസിന് സാധിച്ചു. ഷാരോണിനെ വിളിക്കുന്നതിന് മുൻപ് തന്നെ കഷായത്തിൽ കലർത്തുവാനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കൊലപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യം ഗൂഗിളിൽ തെരഞ്ഞതായും പോലീസ് തെളിവ് നൽകിയതോടെ ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടുവാനുള്ള പഴുതുകളെല്ലാം അടയുകയായിരുന്നു. തുടർന്ന് കിടപ്പുമുറിയിൽ വെച്ചാണ് ഷാരോണിന് വിഷം കലർത്തിയ കഷായം ഗ്രീഷ്മ നൽകിയതെന്ന് കൂടി തെളിഞ്ഞതോടെ കേസിന്റെ മുഖം തന്നെ മാറി. തട്ടിക്കൊണ്ടുപോകൽ വകുപ്പില്ലാതെ കൊലപാതകം മാത്രമായിരുന്നുവെങ്കിൽ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിൽ മാത്രമാവുമായിരുന്നു. അന്വേഷണം തമിഴ്നാട് പോലീസിനും പോകുമായിരുന്നു. എന്നാൽ അതിന് കേരള പോലീസ് ഒരുക്കമായിരുന്നില്ല. കൃത്യമായി കേസ് അന്വേഷിക്കപ്പെടണം, കുറ്റവാളി നിർബന്ധമായും ശിക്ഷിക്കപ്പെടണം. ഈ ലക്ഷ്യം മാത്രമായിരുന്നു കേരള പോലീസിനുണ്ടായിരുന്നത്. തുടർന്ന് കേസിൽ കേരള പോലീസിന്റെ സമയോചിതമായ നിർണായക ഇടപെടൽ. അത് ഫലം കണ്ടതോടെ ചുരുളഴിഞ്ഞത് സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ച പ്രണയവഞ്ചനയുടെ ആരും കേൾക്കാത്ത ഒരു കഥയാണ്.